തൃശ്ശൂര് പ്ലസ് പാലക്കാടായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ? അതെ, ഭയങ്കര സ്പീഡാണ് സംസാരിക്കുന്നത്, രസമാണ്. കലോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയല്ല, കുറെ പ്രത്യേകത കലോത്സവത്തിനുണ്ട്. അതിലൊരു പ്രത്യേകത എന്തുട്ടാ ഇതന്നെ. അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, മനുഷ്യർ ഇവരെല്ലാവരും ഒരൊറ്റ സ്ഥലത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്താണെങ്കിൽ ഇത്തവണ തൃശ്ശൂര്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതൊന്ന് നമുക്ക് പരിശോധിക്കാം. വാ, നിങ്ങളിപ്പം തൃശ്ശൂരിലേക്ക് വന്നേക്കാണല്ലോ. തൃശ്ശൂർ ഭാഷയിൽ നിങ്ങൾക്ക് കുറ്റ്യാടിക്കാരനായി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും? അടിപൊളി പരിപാടി. കണ്ണൂരാ നിങ്ങളെ വേണ്ടത്. സ്ഥലം എടുത്ത് ഇടുക്കി. വളരെ ഗംഭീരാണ്, നല്ല അഭിപ്രായം, സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി ആയിന്. പാലക്കാടുള്ള മാഷ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കലോത്സവത്തെ പറ്റി രണ്ടുപേരെ തൃശ്ശൂർ ഭാഷ. കലോത്സവം പൊരിച്ചില്ലേ, എന്താ തൃശ്ശൂർ കിടികള്. പുറട്ടെ തൃശ്ശൂർ ഭാഷ നമുക്ക് അങ്ങനെ വഴങ്ങില്ലേ. കണ്ണൂർ ജില്ലയിലുള്ള നമ്മളെ ടീം ഹാട്രിക് ആയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ടീമാണ്. കുട്ടികളെ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതങ്ങോട്ട് കൊടുക്കണം എല്ലാവരും. ഞാൻ തൃശ്ശൂരിലെ മന്ത്രിമാരാണെങ്കിൽ എല്ലാവരാണെങ്കിലും ഫുൾ ടീമായിട്ട് ഇവിടെ നിന്നിട്ട് എന്തൊക്കെ കുട്ടികൾക്ക് വേണോ അതൊക്കെ അങ്ങോട്ട് ഗംഭീരാക്കിട്ട് കളറായി കൊടുക്കണം. കുട്ടികൾക്ക് ഗംഭീരൊക്കെ അങ്ങ് തകർക്കും മക്കളെ. എവിടെ വരുന്നത്? കോഴിക്കോട്. കഴിഞ്ഞോ? ഇവന്റ് കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? തൃശ്ശൂർ ഭാഷ പറയണോ? പൂരത്തിന് പൂരം, മാസിന് മാസ്, എല്ലാത്തിനും തൃശ്ശൂർ ഭാഷയിൽ അത്ര അങ്ങനെ ആയിട്ടില്ല. സാധാരണ സംസാരിക്കുമ്പോൾ ഗഡി ഗഡി എന്നുള്ളൊരു അത് ഇവിടെ വന്നു. ഭാഷ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഞാൻ തിരിച്ചുവിടാം. ഒന്നും പറയാനില്ല. സൂപ്പർ. തൃശ്ശൂർ ഭാഷ വെച്ചാൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലെ എല്ലാ സ്ഥലത്തുള്ള പോലെ ഇത്തിരി വ്യത്യാസം, ഇത്തിരി സ്പീഡ് കൂടും, അത്രേ ഉള്ളൂ. പറഞ്ഞു വന്നത് അതന്നെയാണോ? പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അതെന്താ തൃശ്ശൂർ വെച്ചാല് തൃശ്ശൂർ ടൗണിൽ മാത്രമല്ലല്ലോ തൃശ്ശൂര്, ഇരിങ്ങാലെ കൂടെ ആകുമ്പോ മറ്റൊരു ഭാഷയല്ലേ. വടകര തൃശ്ശൂർ ഗഡികളൊക്കെ അടിപൊളിയാണ്. തൃശ്ശൂര് തേക്കിങ്ങാട് മൈതാനം എന്ന് പറഞ്ഞാലേ ഈ കേരളത്തിലെ വേറൊരു സ്ഥലമില്ല. തൃശ്ശൂര് പ്ലസ് പാലക്കാടായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ? അതെ, ഭയങ്കര സ്പീഡാണ് സംസാരിക്കുന്നത്, രസമാണ്, കേൾക്കാൻ രസമാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് കണ്ണൂരല്ലേ പൂശിയത്. പൊള്ളിയായിരുന്നില്ലേ? ഒരു രക്ഷയില്ല. ഭാഷ എവിടുന്നായിരുന്നു? കൊല്ലത്തുനിന്നല്ലേ? അതായത് ഇവന്റെ ഏതായിരുന്നു? ഞാൻ മലപ്പുറം കൊണ്ടോട്ടി. അതാ കൊണ്ടോട്ടിക്കാരിയായ ആൾ തൃശ്ശൂർ ഭാഷ സംസാരിച്ച എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പറഞ്ഞാല് ഫെഡായിട്ടുണ്ട്. വന്നപ്പോ കൊറേ ഡാവകൾ അവിടെ ഇരിക്കാണ്. ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ടീച്ചർ എല്ലാവരും തൃശ്ശൂർക്ക് നമുക്ക് കപ്പൊക്കെ പോകാം. തൃശ്ശൂർക്കാര് പറയുന്ന പോലെ അല്ല ചെയ്തൊക്കെ. തൃശ്ശൂർ പൂരത്തിന്റെ മറ്റൊരു പൂരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇതിനെ ഏറ്റെടുത്ത് ഇതിലേക്ക് കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ തൃശ്ശൂരിനെ പറ്റി വിചാരിച്ചത്? ഇത്രയും പക്കായിട്ടുള്ള ജില്ല ഇവിടെ ഉണ്ടോ? കലോത്സവം നിങ്ങൾ ഭംഗിയെ നടത്തി കാണിച്ചിരുന്നില്ലേ? അപ്പോ ഇതൊക്കെയാണ് പല ദേശത്തു നിന്നുള്ള പല മനുഷ്യർ, അവരുടെ സംസ്കാരം, അങ്ങനെ പലതും ഒരൊറ്റ നാട്ടിലേക്ക് എത്തുന്നു. ഇതാണ് കല നിർവഹിക്കുന്ന ദൗത്യം. കലോത്സവം മുന്നോട്ട് വെക്കുന്ന മഹത്തായ ലക്ഷ്യങ്ങളിലൊന്ന്. എല്ലാ മനുഷ്യരും ഒന്നാകുന്ന വലിയൊരു സംസ്കാരം കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. നമ്മുടെ ക്യാമറൻ്റെ ഗഡികളായ ബിബിൻ ജെയിംസിനും ജിഷ്ണുവിനുമൊപ്പം ഷബീർ ഒമർ, മീഡിയ വൺ, തൃശ്ശൂർ.